രണ്ടര പതിറ്റാണ്ടിന്റെ ആത്മബന്ധവുമായി ആധുനിക കിലയുടെ ശില്പി ഡോക്ടർ ജോയ് ഇളമൺ പടിയിറങ്ങി. ജനകീയ ആസൂത്രണത്തിന്റെ അഭിവാജ്യ ഘടകമായ കിലയ്ക്ക് വികസനത്തിലൂടെ ആധുനിക മുഖം സമ്മാനിച്ചാണ് ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും അദ്ദേഹം വിരമിക്കുന്നത്. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് കില. MBBS കഴിഞ്ഞ് ജനകീയ ആരോഗ്യ പ്രവർത്തകനായും അക്കാഡമീഷ്യനായും മാറിയ ശേഷം അഡ്മിനിസ്ട്രേഷൻ മേഖലയിലുള്ള ഡോക്ടർ ജോയ് ഇളമണിന്റെ സഞ്ചാരം കിലയോടൊപ്പമായിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിലെ ഓരോ നിമിഷവും കിലയുടെ വികസനത്തിനായി സമർപ്പിച്ചാണ് ഡോക്ടർ ജോയ് ഇളമൺ മുളങ്കുന്നത്തുകാവിലെ ഓഫീസിൽ നിന്നും പടിയിറങ്ങുന്നത്. ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഡയറക്ടർ ജനറൽ പദവിയിൽ നിന്നും വിരമിക്കുന്നതെന്ന് ഡോക്ടർ ജോയ് ഇളമൺ പറഞ്ഞു. ഇത്തവണത്തെ എൻ്റെ കില ദൗത്യം ആരംഭിക്കുന്നത് 2017 അതിനുശേഷം ഈ ഗവൺമെൻറ് 3 തവണയെങ്കിലും എൻ്റെ ടെന്യൂർ നീട്ടിത്തരികയുണ്ടായി. അതുതന്നെ എനിക്ക് വളരെ സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. അത് സർക്കാർ മാറിയ പുതിയ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എത്തുമ്പോഴും എന്നെ തുടരാൻ അനുവദിച്ചത് അത് ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിലെ വികേന്ദ്രീകരണത്തിനുള്ള ശേഷി വികസന പദ്ധതിയുടെ പ്രോജക്ട് എക്സിക്യൂട്ടീവ് കോർഡിനേറ്ററായാണ് 2000 ഡോക്ടർ ജോയ് ഇളമൺ കിലയിലേക്ക് എത്തുന്നത്. പിന്നീട് SDC ക്യാപ് ഡെസ്ക് പ്രോഗ്രാമിന്റെ ചീഫ് കോർഡിനേറ്ററായി. 2011 മുതൽ ഇന്റർ കോർപ്പറേഷൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ CEO ആയി 6 വർഷം ഉത്തരേന്ത്യയിൽ. ഈ കാലയളവിൽ ഡൽഹിയിലെ ജനകീയ ഡോക്ടറും ശാസ്ത്ര പ്രചാരകനുമായി. 2017 മെയ് 19 കിലയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റു. അക്കാദമിക രംഗത്തും ഭൗതിക സൗകര്യ വികസനത്തിലും കഴിഞ്ഞ 7 വർഷം കില വലിയ കുതിച്ചുചാട്ടം നടത്തി. കിലയിൽ സ്ഥാപിച്ച EMS മ്യൂസിയവും ശ്രദ്ധേയമായി. ജനങ്ങളുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബായും കില മാറി. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള പ്രാദേശിക സർക്കാരുകളായി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ മാറിയതിലും ഡോക്ടർ ജോയ് ഇളമണിന്റെ സംഭാവന ചരിത്രത്തിന്റെ ഭാഗമാണ്. കൈരളി ന്യൂസ്, തൃശൂർ.